നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാലേ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതേപോലെ കുറച്ച് ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. എൻ്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാം. യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. പഠിക്കാം, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം. അതേപോലെ ഞാൻ ഓപ്ഷൻ ബയ്യറാണ്. നിങ്ങൾക്ക് മോർണിംഗ് ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നേരിട്ട് തന്നെ വിളിക്കാം, ലിങ്ക് അയച്ചു തരുന്നതാണ്. അവിടെ നമ്മൾ ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻ, ഒരു മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഒരാൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പം നമുക്ക് ലോസിൻ്റെ അളവ് കുറയും, ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ ആവും. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡൊക്കെ ഒഴിവാക്കാൻ, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ കഴിയുന്ന സകല കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മോർണിംഗ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിരുന്ന് തന്നെ നിങ്ങൾക്കത് ചെയ്യാനൊക്കെ പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാനൊരു ചാർട്ട് എൻ്റേതായിട്ട് 1 ഇയർ മേലെ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിക്കാനായിട്ടാണ് മെജോറിറ്റി ആളുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇതേ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കിയാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും കോൺടാക്റ്റ് ചെയ്യേണ്ട. എൻ്റെ ടെലഗ്രാം ചാനലിൽ 2023 മുതലുള്ള വീഡിയോസ്, പോസ്റ്റുകളെല്ലാം അതിൽ അവൈലബിളാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഓഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ലൈവിലേക്ക് പോകാം. ഈ ഒരു ചാർട്ട് നിഫ്റ്റിക്ക് മാത്രമല്ല, F&O, കൊമോഡിറ്റി, MCX സെക്ഷൻ, ഫോറക്സ്, ക്രിപ്റ്റോ ഏതിലും യൂസ്ഫുള്ളാണ്. നമ്മൾ സെർച്ച് ബാറിൽ ഏത് മാറ്റി കൊടുക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു, കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്, 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം, പക്ഷേ ഏത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് അത് പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ PNL കാണണമെന്ന് പലർക്കും ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ PNL കാണുന്നതിന് നല്ലതല്ലേ ഇത് പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുത്ത ഒരു 10-15 പേരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 മാസം, 3 മാസം, 6 മാസം വരെയുള്ളൊക്കെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുത്തത് ലൈവും ഒക്കെ കാണാം. അപ്പോൾ അങ്ങനെ PNL കണ്ട് ആഗ്രഹമുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ തീരുമാനിച്ച് വേണം വരാൻ. PNL കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കണമല്ല, ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ PNL ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെങ്കിൽ ദൈവത്തോർത്ത് അവർ വിളിക്കാതിരിക്കുക. PNL കാണിച്ച് തരാൻ കണ്ടു കഴിഞ്ഞാൽ പഠിക്കണം, ആ ഒരൊറ്റ ഡിമാൻഡ് എനിക്കുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലൈവിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ ലൈവിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഈ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുമായിരുന്നോ? അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ മെജോറിറ്റി ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. കോളും ടിപ്പും അല്ല, ഒരു സപ്പോർട്ടിംഗ് ആണ് ഇവിടെ, പരസ്പരം ഡിസ്കസ് ചെയ്യാം. എനിവേ, വെൽക്കം. ഓക്കെ, സമയം 9 എത്ര മണിയായി? 9:07 ആയിട്ടുണ്ട്. നമുക്ക് അനലൈസിങ്ങിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഒരു വിധത്തിലാണ് പൊക്കത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിലൊരു 16 പോയിൻറ്റിൻ്റെ അപ്പേ ഉള്ളൂ, കാര്യമായിട്ടുള്ള അപ്പൊന്നും കാണുന്നില്ല. ഈ 16 പോയിൻ്റ് അപ്പെന്ന് പറയുമ്പോൾ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ആ പോയ സ്ഥലം തന്നെ, അതായത് $22,614 ഇതിൻ്റെ വിക്ക് തന്നെയാണ് ഡേ ഹൈ. അപ്പോൾ ഡേ ഹൈക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാലും ഒരു പരിധിയിൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ
22,630 മുതൽ 697 വരെ, അതായത് ഒരു 60 പോയിൻറ്റിൻ്റെ മൂവേ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയിടം പോകാം. അതിനിടക്ക് പിന്നെ പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 647. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു പിൻബാറായിട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം, പിയിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം നോക്കിയിട്ട് ലോങ് ഹോൾഡ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഒരു വിധത്തിലാണ് ഇഴഞ്ഞും വലഞ്ഞും മാർക്കറ്റ് പൊക്കത്ത് പോയിരിക്കണം. ഇവിടെ നിന്നൊരു ഫാള് വന്നാൽ 1, 2, 3 ദിവസത്തെ ഫാള് ഒറ്റയടിക്ക് താഴത്തേക്ക് വരാനായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫാൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എടുത്തു വെക്കുക, ലോക്ക് ചെയ്ത് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്ലാൻ അതാണ്. പിന്നെ ഉള്ളത് എത്ര പോയിന്റ് വരെയും നമുക്കൊരു എന്തുണ്ട്, നമ്മൾ സാധാരണ നോക്കുന്ന ഒരു കാൽക്കുലേഷൻ പ്രകാരം മാർക്കറ്റ് നിൽക്കുന്നത് 22,620 ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ലൈവിൽ ആരെങ്കിലും ഉള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. 22,620 നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പമായിട്ട് ആ ലൈനൊക്കെ മാർക്ക് ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മാർക്കറ്റ് 139 പോയിൻ്റ് അപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം 130 പോയിൻറ്റിൻ്റെ ഒരു മൂവ് മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 22,759 760 ലെവലാണ്. 760 എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. 760 എന്താ ഉള്ളത്? 761 74. അപ്പോൾ അവിടെ എന്തുണ്ട്, 22,741 ഉണ്ട്, 41,67 ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് ഒരു കണ്ടിന്യൂഷൻ റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിരിക്കും വൈകിട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. കാരണം ഇവിടെയൊക്കെ നല്ല ലെങ്തി ക്യാൻഡിൽ കണ്ടിന്യൂഷനാണ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയകളാണ്. കാരണം ഹൈലി ഓളിയുള്ള ക്യാൻഡിലുകളാണ് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയാലും ചിലപ്പോൾ ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിൻ്റെ ടിപ്പ് വരെയും പോയിട്ട് അവിടെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരാം. ഇപ്പം മേ ബി മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ എവിടം വരെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഒന്ന് നോക്കാം. നിൽക്കുന്ന ലെവലിൽ നിന്ന് 22,620 22,620 താഴത്തേക്കാണ് ഒരു 139 പോയിൻറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 22,481 കണ്ടോ, എന്ത് കറക്റ്റായിട്ടാണ് കണക്ക് വന്നേക്കണമെന്ന് നോക്കി. ഇത്രയാണ് 22,620 മൈനസ് 139 22,481 22,481.25. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് 22,481 വരെയും എക്സ്പയറി ഡേ ആയതുകൊണ്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 22,467 ആ ഭാഗത്തായിരിക്കും മാർക്കറ്റ് വന്നിട്ട് കൺസോൾട്ടേഷൻ സോൺ മേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. RSI സ്റ്റിൽ അപ്പ് സൈഡിലാണ്. ഏത് നിമിഷവും മാർക്കറ്റ് ഡൗണിലേക്ക് വരാം. 30 മിനിറ്റിലും അപ്പർ സൈഡിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതേത് നിമിഷവും കർവ് ചെയ്തൊക്കെ വരാം. 5 മിനിറ്റിൽ RSI അപ്പിലേക്ക് നിൽക്കുന്നുണ്ട്. അത് കർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം 22,500 സി നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 22,500 സി നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതെവിടം വരെ പോകാം? 5 മിനിറ്റിൽ എവിടം വരെ പോകാനുണ്ട് ഈ മൂവ്മെൻറ്റ്? 170 വരെ, 170, 73 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഏകദേശം പോകാനുള്ളൊരു ഏരിയ 178 റിജക്ഷൻ ഏരിയ. അവിടെ നിന്ന് പിന്നെ വിട്ട് കഴിഞ്ഞാൽ 255 മാർക്കറ്റ് പോകേണ്ടി വരും. സ്റ്റിൽ 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പിയിലാണെങ്കിൽ നമുക്ക് ഏതായിരിക്കും? പിയിലാണെങ്കിൽ 113. 5 മിനിറ്റിൽ RSI താഴത്തോട്ടാണ് നിൽക്കുന്നത്. ഈ 15 കർവായാൽ മാത്രമാണ് മാർക്കറ്റ് എന്താവുള്ളൂ, മൂവ് ആവത്തുള്ളൂ. 9:13 ആയിട്ടുണ്ട്. അപ്പോൾ 130 ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ്. 107 എന്നുള്ളത്. അതിന് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഫാളാണ്. മാർക്കറ്റ് ഇവിടെ നിന്നൊരു മൂവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് 130,
175 190 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ 22,700 22,500. അപ്പോൾ 22,700 22,500 22,700. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിലും എന്താണ് ഇവിടെ ഒരു റിവേഴ്സ് സൈനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 106 ആണ്. 106ന് താഴത്തേക്ക് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. സിയിൽ മാക്സിമം പോകാനുള്ള ഏരിയ 172 മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് ഇനി എത്ര സമയം വേണം? ഓപ്പൺ ആയോ? ഓപ്പൺ ആയല്ലോ. നൂറ്റി 125 മുതൽ 130 വരെ. ഇപ്പോൾ RSI ഇവിടെ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇത്തിരിയുടെ നേരത്തെ ഒരു 1 ക്ലിക്കൊക്കെ എടുത്തിരുന്നെങ്കിൽ അവിടെ കിടക്കട്ടെ. ആവറേജാണ് എൻ്റെ വീഡിയോ, വിത്ത് ആവറേജാണ്. RSI ക്രോസ് ഓവർ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. അപ്പോൾ 127 കറക്റ്റ് ടിപ്പിലാണ് നമ്മളുടെ എൻട്രി. അത് ബ്രേക്ക് ചെയ്താൽ 130 133 ആയിരിക്കും. അത് ആവറേജിങ് ആണ്, അതവിടെ കിടക്കട്ടെ. നമുക്ക് മെയിനായിട്ടുള്ള ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 127 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130 133 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇത് ആവറേജിങ്ങിന് വേണ്ടി ഞാൻ ഇട്ടേക്കുന്നതാണ്, അതവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള ഇപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് പോയിൻ്റൊക്കെ എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കാവുന്നേ ഉള്ളൂ. വിഷയമുള്ള കേസല്ല. ഞാൻ സ്ട്രാറ്റജി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇട്ടേക്കുന്നതാണ്. ആ 155 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് 161ലേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഗ്രീനിലേക്ക് കയറണം. ഇവിടെ ആ ഒരു കർവ് ഉണ്ടായിട്ട് അത് വീണ്ടും കർവായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതവിടെ നടക്കട്ടെ, നമുക്കത് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് അത്ര വലിയ ഫോക്കസ് ചെയ്യണ്ട, പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നതാണ്. RSI ക്രോസ് ഓവറാണ്, പിന്നെ ഓരോരുത്തരുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 103ന് ഞാനിനി ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 103ന് താഴത്തോട്ടൊക്കെ വന്ന് 97 വന്നാൽ മാത്രമാണ് ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ. ഇവിടെ 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു 168 ഭാഗത്തേക്കൊക്കെ ഉള്ള സിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഒന്നാമത്തെ കേസ് നമ്മൾ ഈ വീഡിയോ ലൈൻ വരക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ എൻട്രി ഒക്കെ കുറച്ച് ഡിലേ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്ന് ഞാൻ എൻട്രി ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ പ്ലാൻ ചെയ്യാനിരുന്നതാണ്. ഒരു ബേസ് ഒരു 120 കഴിഞ്ഞാൽ ഒരു 125ലേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. RSI കയറിയിട്ടുണ്ട്, പിയിലേക്ക് കൺവേർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ വൺ സൈഡ് 139 പോയിൻറ്റിൻ്റെ മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മേ ബി ഒരു നല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ താഴത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഉറപ്പൊന്നുമില്ല. മെജോറിറ്റി വൺ സൈഡ് മൂവ്മെൻറ്റിന് മുമ്പ് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ മെജോറിറ്റി വരാറുണ്ട്. എന്തോ ഒരു ലൈൻ എവിടെയോ കുറവുണ്ടല്ലോ. പെസമ്മ ഒരു ലൈൻ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ RSI സ്റ്റിൽ മുകളിലേക്ക് കർവ് ആവുന്നവരെ പിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഇപ്പം 135, അതായത് 125, നമ്മളിപ്പോൾ 120ലാണ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 125
127 നമ്മുടെ എൻട്രി പ്രൈസ്, പിന്നെ പോയാൽ 135 വരെ. അപ്പോൾ 25 തൊട്ട് 35 വരെയുള്ളൊരു 10 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും. RSI സ്റ്റിൽ പി സൈഡിലേക്കാണ്. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു പ്രൈസ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൈസാണ്. നൂറ്റി 129, 130. അവിടെ ആ 130 വരെ വന്നില്ല, 129.30. ഞാനത് എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളതാണ്. ഒരു 130 ഒരു ട്രിഗർ പ്രൈസ് ഉണ്ടെങ്കിൽ അത് തുറന്നു കൊടുത്താൽ മാർക്കറ്റിന് പിന്നെയും ദൂരെ പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പോയിൻ്റ്, അര പോയിൻ്റൊക്കെ അവിടെ ഒരു റിഡക്ഷൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടെ കയറി വന്നാൽ 130 ബ്രേക്ക് ചെയ്താൽ 135 മാർക്കറ്റിന് മൂവ്മെൻറ്റ്. ഈ RSI സ്റ്റിൽ എവിടം വരെ പോകുന്നോ അതനുസരിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യും. അത് തിരിച്ച് റീകർവ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇത് ഉപേക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആവറേജ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. 135, 34 നോർമലായിട്ട് ഹിറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. 131, അപ്പോൾ ഓൾറെഡി പറഞ്ഞ 120 to 131 10 പോയിൻ്റ് ഈസി ആയിട്ട് നമ്മളവിടെ മെൻഷൻ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അവിടെ ഹിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ 130ൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അതവിടെ എന്തായത് 130 വരെ ചെന്ന് ഇടിച്ചിട്ട് റിജക്ഷൻ ആയത്. ഇനി 130 ബ്രേക്ക് ചെയ്താൽ 135 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും, 177 വരെ പോകും. ഇപ്പോൾ 50-ലെത്തി നിൽക്കുകയാണ്. RSI 50-ലാണ്. ഇവിടെ നിന്ന് റീകർവ് ആവാം, അല്ലെങ്കിൽ 130 ബ്രേക്ക് ചെയ്ത് 135 പോവാം. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുന്നുണ്ട് 130. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ RSI സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മെജോറിറ്റി നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിയിൽ തന്നെയാണ്. ഇതിൻ്റെ ലോവർ വിക്കേ വന്നിട്ടുള്ളൂ, ഹയർ വിക്ക് വന്നിട്ടില്ല. ഒറ്റയടിക്ക് 134 പോയാൽ നല്ല പ്രശ്നങ്ങളുണ്ടോ. ഇനിയിപ്പോൾ ഇത് റീകർവ് ആവുന്നതനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ 135 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. പ്രീവിയസ് ഡേയിലും ഉള്ള അതേ റെസിസ്റ്റൻ്റ് ആണ് 135. 135 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. 135ൻ്റെ മേളിൽ പോയാൽ പിക്കാരിലെ ആ ഭാഗത്തേക്ക് അവരുടെ സ്വാധീനമായി എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു അതായത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വളരെ സ്പീഡായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് 137 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അത് ഇവിടെ RSI ഗ്രീനിലെ പാത്തിലേക്ക് കയറി കഴിയുമ്പോൾ പ്രൈസ് 135ന് നിയറസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മുകളിലേക്ക് ഒരു അപ്പ് ഉണ്ടാവത്തുള്ളൂ. ഇത് മുകളിലേക്ക് പോകാൻ വേണ്ടി താഴത്തേക്ക് കുതിക്കുന്നതാണ്. അതായത് മുകളിലേക്ക് പോകണമെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല ഊർജ്ജം വേണം. അതിനു വേണ്ടി താഴത്തോട്ട് വരുന്ന ആ റെഡൊന്നും കണ്ടിട്ടൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. മാക്സിമം ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകാൻ വേണ്ടിയാണ്. 130 തൊട്ട് 150 വരെ SMA വീണ്ടും സപ്പോർട്ട് എടുത്തു. കുറച്ചും കൂടെ താഴത്തേക്ക് വന്നാൽ 110ൽ സപ്പോർട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 120 മുതൽ 130 വരെയുള്ള 10 പോയിൻ്റാണ്. ഇനി 130 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നോർമലി ആ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ 150 ടച്ച് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. 150 ബ്രേക്ക് ചെയ്താൽ ഒരു കണ്ടിന്യൂഷൻ മൂവ് സിക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും. ഈ റെഡൊന്നും പലപ്പോഴും ഇങ്ങനെയൊക്കെ വരാറുണ്ട്, സ്വാഭാവികമാണ്. തിരിച്ച് അതേപോലെ തന്നെ കയറി പോകാറുണ്ട്. കാരണം 135
സിംഗിൾ ഡേ റെസിസ്റ്റൻസ് അല്ലാത്തതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല ഊർജ്ജവും പവറൊക്കെ വേണം. അപ്പം അങ്ങനത്തെ പവറിന് വേണ്ടി താഴത്തോട്ട് വന്നിട്ട് തിരിച്ചു പോയി തട്ടി തുറന്നു പോണ പല സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇനിവേ നോക്കാം. ഞാനത് എടുക്കാതെ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആവറേജിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് 230 വിൽക്കാതെയൊക്കെ ഇത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ എന്തായി 150 ടച്ച് ചെയ്തു. ഇവിടെ RSI നേരെ തിരിഞ്ഞു. അപ്പോൾ എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കണത്? 130 സപ്പോർട്ട് എടുത്തിട്ട് 150 വരെ പോയിരിക്കണം. 150 ബ്രേക്ക് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് ഒരു മൂവ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു RSI തിരിഞ്ഞ് സിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്, കൺഫേം ആയിട്ടില്ല. ആ മടക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും തിരിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് കുറച്ച് ആളെ കൂട്ടാൻ വേണ്ടി പോയതായിരിക്കാം. ഇനി 130 ബ്രേക്ക് ചെയ്താൽ 135 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പറക്കും. 135 കൂടെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മേ ബി മുമ്പ് ഇങ്ങനത്തെ പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. ആളെ കൂട്ടാൻ വേണ്ടി പോയേക്കണതാണ്. കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുള്ളപ്പോൾ ഇവിടം വരെ പോയി ആളെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുന്നതാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ 130 ഇനി അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 135 to 177 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത 2 ക്യാൻഡിൽ വിവരം അറിയാം. ഇത്തവണ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫെയിലായി എല്ലാവരും കൂടെ തിരിച്ചു താഴത്തോട്ട് പോകും. ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത്തവണ ബ്രേക്ക് ചെയ്യണം. 133, 142 അവിടെ കിടക്കട്ടെ എന്നേ. അപ്പോൾ ഞാൻ ആവറേജിങ് ഉദ്ദേശിച്ചിട്ടേക്കണതാണ്, നമുക്ക് വിഷയമുള്ള കേസല്ല. അതിനിടയ്ക്ക് ഇപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ എടുത്തുകൂടായികയൊന്നും ഇല്ലല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ മാർക്കറ്റ് 141 പോയി എന്തായി ഹിറ്റ് ചെയ്തു. നമ്മൾ താഴത്തോട്ട് പോയപ്പോൾ എന്താ പറഞ്ഞത്, ആളെ കൂട്ടാൻ വേണ്ടി തിരിച്ചു പോയേക്കണതാണ്, എന്തായാലും തിരിച്ചു വരും. ആ തിരിച്ചു വരവാണ് 115 മുതൽ എവിടം വരെ 141 വരെ. വേണ്ട 135 വരെ എടുത്താലും നമുക്ക് മേ ബി പ്രോഫിറ്റബിൾ അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇതിൻ്റെ ക്രോസ് ഓവറാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കണം. ലാഭവും നഷ്ടമൊക്കെ വരും, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രോസ് ഓവറാണ് എന്നെ സംബന്ധിച്ച് അവസാനത്തെ കൈ. ഇവിടെ വീണ്ടും 133 കറക്റ്റായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 140 to 150 അഗെയിൻ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ടായിരിക്കും ഫാൾ ആവണം. ഇത് ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. 135 ഒന്ന് ബ്രേക്ക് ചെയ്താണ്, വീണ്ടും അവിടെ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 127 എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്, ഈ ബ്ലൂ ലൈൻ. ആ ബ്ലൂ ലൈനിൻ്റെ താഴത്തോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 115 നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം.
15 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 22,622 ഇട്ടായിരിക്കും പോയിരുന്നത്. 22,650 ഒരു സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും? താഴത്തേക്ക് ഫാളാവും. ആ ഫാള് 22,622 ഇട്ട് വരെ പോരാ. നേരെ മറിച്ച് ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഇതിൻ്റെ ഹൈ, അതായത് ഈ ഒരു ടിപ്പ് ബ്രേക്ക് ചെയ്താൽ 22,675 ഇട്ടും മാർക്കറ്റ് മൂവ് ആവാം. വീണ്ടും ഇവിടെ ഒരു SMA സപ്പോർട്ട് എടുത്ത് ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഞാനത് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് ഇനി സപ്പോർട്ട് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ഒരു ടൈം ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 130 എടുക്കണം. അത് ഈ 121 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 110 സപ്പോർട്ട് എടുക്കാൻ മേ ബി വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ സിയിൽ 142 ബ്രേക്ക് ചെയ്ത് 145 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 147 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. സ്റ്റിൽ RSI 5 മിനിറ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്, സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല. ഞാൻ ഈ ആവറേജിങ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഓപ്പോസിറ്റ്, അതായത് മാർക്കറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആവറേജ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൻ്റെ റിയൽ സൈഡിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ലോട്ട് സൈസ് കൂട്ടി എൻട്രി എടുക്കാനുള്ള ധൈര്യം കിട്ടും. അപ്പോൾ ഞാനത് ലാഭം കണ്ടിട്ടും ഞാൻ ഈ ഒരു ലോട്ട് ഇവിടെ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളത് പറഞ്ഞു തീർന്നില്ല. സി സൈഡിലേക്കാണ് നിൽക്കുന്നത്. RSI ഈ ഒരു ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ 161 വരെ 5 മിനിറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റിൽ RSI 5 മിനിറ്റിൽ നിൽക്കുകയാണ്. പ്രോഫിറ്റ് എടുത്തത് നമ്മൾ പിയിലാണ്, എഗെയിൻസ്റ്റാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആയേക്കണം. 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ 2 മിനിറ്റിൽ ആ ഒരു മടക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളവിടെ എടുത്തത്. ഇതിപ്പോൾ ലോസൊന്നുമില്ല, കാരണം ഞാൻ താഴത്തുനിന്ന് വേറെ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പരീക്ഷാടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്നതല്ലേ. ഒരു മിനിറ്റ്. അപ്പോൾ സിയിൽ ഓൾറെഡി ടാർഗറ്റ് നമ്മുടെ റീച്ച് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്തത്? 155 ബ്രേക്ക് ചെയ്ത് 184 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 5 മിനിറ്റിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലോ എവിടം വരെ പോയി? 97 വരെയും അതിൻ്റെ ലോവും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 181 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. സിയിൽ നമ്മൾ പറഞ്ഞ 183 എന്ന് പറഞ്ഞൊരു ലെവല് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയിൽ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാ? 178 180 മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെയും ബ്രേക്ക് ചെയ്താൽ പിന്നെ 270 അപ്പോൾ ഇവിടെ 178. ഞാനപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന ലൈനും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ട് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. കാരണം 15 മിനിറ്റ്സിൽ ഈ വരച്ച് വെച്ച കാര്യങ്ങൾ ഞാൻ എഴുതാതെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ട്രിഗർ പ്രൈസൊക്കെ പ്ലാൻ ചെയ്യാം. 183 192 184. അപ്പോൾ നോക്കിയേ, 155 നമ്മൾ ബ്രേക്ക് പറഞ്ഞാൽ 150 തൊട്ടാണ്. 155 160 189 വരെയൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സ്പേസാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ വാക്വം സ്പേസ് കിടക്കുവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകാം? 260 വരെ സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ ഒരു മടക്കും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. പിയിൽ നമ്മൾ എടുത്തു, ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് പിയിലെടുത്തു. നമ്മൾ 140ൽ റെസ്റ്റ് ചെയ്തു. പിന്നെ 140 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. RSI ഇവിടെ ക്രോസ് ഓവർ ഒരു മടക്ക് വന്നിട്ടുണ്ട്. 150 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 179 180 വരെ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റിൽ അത് 192 വരെ പോയിട്ടുണ്ട്. അത് 10 പോയിന്റിൽ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് പ്രോഫിറ്റബിളാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സിംഗിൾ ലോട്ടിൽ അപ്പുറത്ത് ആവറേജ് നടക്കുന്നുണ്ടെങ്കിലും നമുക്കിവിടെ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം.
അപ്പുറത്തെ ലോസ് അതിൻ്റെ വഴിക്ക് നടക്കും. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയേ 140 150 അവിടെ നല്ല ബ്രേക്ക് ഔട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് 193 വരെ ഈസി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. മാക്സിമം പോകുന്ന 22,737. ഇൻഡെക്സിലാണെങ്കിൽ നമ്മൾ വരച്ചു വെച്ച, അതായത് 2 ലൈൻ നമ്മൾ വരച്ചു വെച്ച ആ ഒരു സ്പേസ് ഉണ്ട്. ഏതാ ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്താൽ മുകളിലത്തെ ബ്ലൂ ലൈൻ വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ബ്ലൂ ലൈൻ ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ RSI ഇവിടെ 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 22,697 വരെ മാർക്കറ്റ് പോകും. അത് നമുക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലൈനും ഒക്കെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. മേളിലൊരു കൺസോൾട്ടേഷൻ സോണാണ്. കാരണം നമ്മൾ പിന്നെ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ നല്ല മൂവ് കിട്ടുന്ന ഏരിയകളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഈസി ആയിട്ട് റൈഡ് ചെയ്ത ഏരിയകളാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ 9 മണിക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് ലൈനൊക്കെ വരച്ചു വെച്ചു. ആദ്യം ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത അടുത്ത സ്പേസ്, ആ ഒരു സ്പേസിലേക്കുള്ള മൂവ്മെൻറ്റാണ് ഈസി ആയിട്ട് നടന്നത്. എഗെയിൻ ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷനാണ്. ഈ കൺസോൾട്ടേഷൻ കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഏകദേശം ഒരു 22,682 കൺസോൾട്ടേഷൻ സോണാണ്. അതൊരു ഡിപ്പോയാണ്. ഞാൻ പറയും KSRTC ഡിപ്പോ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എനിക്കത് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട്, ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട്, കണ്ടോ? ഈ റെഡ് ലൈനാണ് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത്. അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ വരെ മാർക്കറ്റ് വരും. അപ്പോൾ എത്രയായി മാർക്കറ്റ്? സിയിൽ 206. അത് നമുക്ക് ആവശ്യമുള്ളൊരു പ്രോഫിറ്റിലേക്ക് ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പുറത്തെ ഒരു സാധനം എടുത്തിട്ട് ആവറേജ് ചെയ്യാൻ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്നോട്ടെ, ബാക്കി നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ എൻട്രി എടുക്കാമല്ലോ. അത് ഇതിൽ തന്നെ എടുത്ത് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വ്യൂ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ 183 നമ്മൾ പോകും. അവിടെ നിന്ന് മൂവ് ചെയ്ത വാക്വം സ്പേസ് ആണ്. ആ സാധനം 270 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകാം? റെഡ് ലൈൻ കൺസോൾട്ടേഷൻ സോൺ, ഒരു ഡിപ്പോ ആളെ കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. 22678. അവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ RSI 5 മിനിറ്റ് എന്താവണം? കറക്റ്റ് ഈ ഭാഗത്തു നിന്നാണ്. പിന്നെ സ്ക്രീനുകളുടെ ഒരു അഭാവം എനിക്ക് നല്ലപോലെ ഉണ്ട്. ഒരു 3-4 സ്ക്രീനൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് പരിപാടിയൊക്കെ വളരെ സിമ്പിളായിട്ട് നടത്താം. കുറച്ച് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മാക്സിമം ഇതൊക്കെ തന്നെ ധാരാളം. ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയ ധാരാളം ആണ് ഈ പോയിൻ്റൊക്കെ. പിന്നെ നമുക്ക് ഇനിയും പോട്ടെ എന്ന് പറഞ്ഞിരിക്കണേ നല്ലത്. എന്നെ സംബന്ധിച്ചൊരു 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് 139 പോയിൻ്റ് വരെ മാർക്കറ്റിൽ നിന്ന് വൺ സൈഡ് മൂവ് വരാനുള്ള ചാൻസ് ഉണ്ട്. എബോവ് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞത് പ്രകാരം എത്ര പോയിൻ്റ് മൂവ് അപ്പ് ആയിട്ടുണ്ട്? മാർക്കറ്റ് നിൽക്കുന്നത് 83 പോയിൻ്റ് അപ്പിലാണ് നിൽക്കുന്നത്. 83. നമ്മൾ 50 പോയിൻ്റ് 85 83 139 പോയിൻ്റാണ് പറഞ്ഞത്. 22,686. അപ്പോൾ പിയിൽ നമ്മൾ ആവറേജ് ചെയ്തിട്ടേക്കണം അവിടെ കിടന്നോട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെക്കാളും കൂടുതൽ എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്? ഇവിടെ കൺസോൾട്ടേഷൻ തന്നെയാണ്, മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. ഇൻഡെക്സ് അത്ര മൂവ് ചെയ്തിട്ടും ഇവിടെ ചിലപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്കങ്ങ് പോകും. സേഫ് സോണാണ് ഇവിടെ. ഒരു 200-ലൊക്കെ ലോക്ക് ചെയ്തിട്ടിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. 13 പോയിൻറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരു 200-ലൊക്കെ ലോക്ക് ചെയ്തിട്ട് അവിടെ കിടക്കട്ടെ. ഒന്നെങ്കിൽ 200, ഇല്ലെങ്കിൽ 260. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കണം.
അപ്പോൾ എത്ര പോയിൻ്റാ? 150, 200, 50 പോയിൻ്റ് ഇവിടെ, ഒരു 10-15 പോയിൻ്റ് അപ്പുറത്തും. അപ്പോൾ എത്ര പോയിൻ്റായി? മറ്റേത് നമ്മൾ ആവറേജ് ചെയ്യാൻ ഇട്ടേക്കും, അത് വേറെ സെക്ഷനാണ്. ഒന്നെങ്കിൽ 200-ൽ നമുക്കത് പോകണം, നമ്മൾ ഹാപ്പിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 260 വേണ്ട. പെട്ടെന്ന് പൊങ്ങിയ സാധനം അടുത്തത് 253 ഇല്ലെങ്കിൽ 200-ൽ വാഷ് ഔട്ട്. വാഷ് ഔട്ടല്ല, ട്രെയിലിങ്. 10 പോയിൻ്റ് ആഗ്രഹിച്ച് വരുന്ന ഒരാൾക്ക് 200 മുതൽ 250 വരെ കിട്ടുമ്പോൾ 50 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹാപ്പി ആവണ്ടേ? ചിലപ്പോൾ അത് 200-ൽ ഇടിച്ചിട്ടായിരിക്കാം തിരിച്ച് ചിലപ്പോൾ 250, അതായത് 200. നമ്മൾ ഓൾറെഡി ട്രെയിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ചാർട്ട് കേട്ടു. ഇതാണ് ഈ ചാർട്ടും നമ്മൾ തമ്മിൽ ഒരു സിങ്ക് വേണമെന്ന് പറയണത്. കണ്ട, 200-ൽ ഓൾറെഡി ഒരു തട വന്നിട്ടുണ്ട്. 200 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഡൗൺ ആണ്, അല്ലെങ്കിൽ 200 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഞാനിട്ട വരെയല്ല, തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയണ പോലെ, അതെന്തുകൊണ്ടാണ് അവിടെ അപ്പലായി വന്നത്? ചാർട്ടും നമ്മളും തമ്മിലുള്ള ഒരു സിങ്കാണ്. അപ്പോൾ ഇത്ര നാൾ ചാർട്ടിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കത് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെയും കറക്റ്റായിട്ട് വരും. അതാണ് ഒരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്താൽ കിട്ടുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഒമ്പത് 45 ശരിക്കും 10 മണിയോട് കൊള്ളിച്ചാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള ടാർഗറ്റിൽ നമ്മൾ ട്രേഡിങ് വൈൻഡപ്പ് ചെയ്യാറ്. ഇന്ന് എന്തായാലും അപ്പോൾ 10 മണിക്ക് നമുക്ക് ട്രേഡിങ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എൻട്രി ഒക്കെ പക്ക എൻട്രിയാണ്, കാരണം ആദ്യത്തെ പിയിൽ തന്നെ 140 വരെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് 150 ബ്രേക്ക് ചെയ്ത് സിയിൽ മാർക്കറ്റ് മൂവായി. കൺസോൾട്ടേഷൻ സോണാണ്. ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം, കാരണം ആ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം എന്താണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ആ ബസ് സ്റ്റാൻഡിൽ എന്തായാലും വണ്ടി കുറേ നേരം പാർക്ക് ചെയ്യും. ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം, വാഷ്റൂമിൽ പോകാനുള്ളവർക്ക് വാഷ്റൂമിൽ പോവാം. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ മാറി കയറണം. കണ്ടിന്യൂഷനുള്ള വണ്ടിയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കയറിയിരുന്ന് പോവാം. 139 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 85 പോയിന്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വോളിയം ഉണ്ട്. RSI സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് 5 മിനിറ്റിൽ നിൽക്കുന്നത്. സിയിൽ 212-ൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ 200, ഇല്ലാന്നുണ്ടെങ്കിൽ 253. ടാർഗറ്റ് എത്തട്ടെ, എന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാം. 200-ലുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് നമ്മളെടുത്ത് 220-ൽ വെച്ചിട്ടുണ്ട്. ഈ 220-ന് മേളിലോട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്നെ സംബന്ധിച്ച് അവിടെ ക്വിറ്റാണ്, മനസ്സിലായോ? ഇനി നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സിയിൽ എന്തായി? ഇവിടെ ഒരു പണി 1321-ൽ ഓൾറെഡി ലോ ആയിട്ട് കിടക്കുകയാണ്. എത്ര പോയിൻ്റാ? നമ്മൾ 127-ലാണ് എടുത്തത്, 74-ലാണ് കിടക്കണേ. 1 ക്ലിക്ക്. അപ്പോൾ ഇവിടെ എന്താ? നമുക്കൊരു 2 കൂടെ അവിടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ബൈ. അപ്പോൾ എന്താ ഇത്? 121 കിടന്നേച്ച എൻ്റെ എൻട്രി പ്രൈസ് എങ്ങോട്ട് വന്നു? 92-ലേക്ക് വന്നു. അതായത് 121-ലായിരുന്നു എൻട്രി പ്രൈസ്. അത് എത്രയിലേക്ക് വന്നു? 92-ലേക്ക് വന്നു. 29 പോയിൻ്റ് വ്യത്യാസത്തിലാണ് അത് താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിവിടെ ആവറേജ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും താഴത്തോട്ട് പോയി ഇനിയും ഞാൻ 4 ലോട്ടിൽ ആവറേജ് ചെയ്ത് അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങും. ഞാൻ ഇതിൻ്റെ എഗെയിനാണ് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ താഴത്ത് പോയാലും തിരിച്ച് എവിടം വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 107
112 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1531. ഇപ്പം ഒരു 3000 4000 വരെ ലോസ് കണ്ടാലും വിഷയം നമുക്കില്ല എന്നുള്ള രീതിയിലാണ് അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ട് ചെയ്യണം. ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ട് ചെയ്താൽ സാധനം തിരിച്ചു കയറി എവിടം വരെ വരും? അറ്റ്ലീസ്റ്റ് 101 112 വരെയൊക്കെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ എവിടെ ക്ലോസ് ആവണം? 81ൻ്റെ പൊക്കത്ത് ക്ലോസ് ആയാൽ മാത്രമാണ് അതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിൽ 200 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മുടെ CE കണ്ടോ 204ആയി. അപ്പോൾ എന്തായി? 200ലേക്ക് അത് റീസ്ട്രക്ചർ ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് പോരാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു പിൻബാർ ഈവനിങ് സ്റ്റാർ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് RSI ക്രോസ് ഓവറായി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവിടെ ഇറങ്ങാറായത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും? മാർക്കറ്റ് 253ലേക്ക് ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ 226 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 253ലേക്ക് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? 147ലേക്കോ 178ലേക്കോ സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ 92ൽ എക്സിറ്റ് ആവാം. കോസ്റ്റ് ടു കോസ്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 ലോട്ടാണ്. നമ്മൾ മാക്സിമം 7 ലോട്ട് വരെയാണ് ഞാൻ ആവറേജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. രണ്ട് മിനിറ്റിൽ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ സ്ട്രൈക്ക് അല്ല ശരിക്കും പിയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട സ്ട്രൈക്ക്. ശരിക്കും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു 22,500ൻ്റെ സ്ട്രൈക്കൊക്കെയാണ്. അല്ല, 22,500 സോറി, ഒരു 22,800ൻ്റെ പിയുടെ സ്ട്രൈക്കൊക്കെയാണ് നമ്മൾ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അത് 145 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി ഒരു 178 വരെയൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സിംഗിൾ ലോട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ 125ന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ, അതായത് നമ്മൾ മറ്റേതിൽ ആവറേജ് ചെയ്ത അതേ പൊസിഷൻ്റെ ആ ടൈമിൽ നമ്മൾ ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 131ൽ കിട്ടിയേനെ. 131 തൊട്ട് എന്തായി 141 വരെ 10 പോയിൻ്റ് ഈസി ആയിട്ട്, അല്ലെങ്കിൽ 145.87 ടച്ച് ചെയ്യുന്ന സമയത്ത്, അത് ഓൾറെഡി ഈ ക്യാൻഡലിൻ്റെ ലോവിലാണ് നമ്മൾ എടുത്തത്. 132 തൊട്ട് 145 വരെ ഇൻ ദ മണി സ്ട്രൈക്ക് എടുത്തിരുന്നെങ്കിൽ 15 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് എടുത്തേനെ. അപ്പോൾ ഒരു പോയിൻ്റ് കോസ്റ്റ് ടു വെച്ചിട്ട് ഹോൾഡ് ചെയ്താലും പ്രശ്നങ്ങളില്ല. 145 ഇനി ബ്രേക്ക് ചെയ്താൽ, അത് ആദ്യത്തെ റിജക്ഷൻ ഇവിടെ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു, ആദ്യത്തെ റെസ്പെക്ഷൻ അടിച്ചു കഴിഞ്ഞു. ഇത് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറി ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 145 എബോ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 178 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 145 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇനിയൊരു സേഫ് സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്യാപ്പ് 226 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 253ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ 205 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളോ ആയാൽ എങ്ങനെ കയറിപ്പോയോ അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? 147ലേക്ക് ഫാളോ ആവും. നമ്മളെവിടെ റിസ്ക് എടുത്തിട്ട് എൻട്രി എടുത്താലും ഒരു മാർക്കറ്റ് ഒരു 5 പോയിൻ്റ് 15 പോയിൻ്റൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 230ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 225 ബ്രേക്ക് ചെയ്താൽ, 226 ബ്രേക്ക് ചെയ്താൽ, 230 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 253ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ വന്നിട്ട് വീണ്ടും ഒരു മുകളിലോട്ടൊന്ന് പോകാണോ വേണ്ടേ എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തും സംഭവിക്കാൻ തയ്യാറായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 പോയിന്റ് മൂവ് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം, എടുത്ത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇടണം. ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. 226 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 230 പോകത്തുള്ളൂ. ആ 230 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 253 പോകത്തുള്ളൂ. $198 199.26 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ടും ഫാൾ ആകത്തുള്ളൂ. നല്ല കൺസോൾട്ടേഷനാണ്. 15 മിനിറ്റ്സിൽ എന്താ പറയണ്ടേ, 15 മിനിറ്റ്സിൽ ആദ്യം ഒരു ക്രോസ് ഓവർ 2 പ്രാവശ്യം വന്നിട്ട് ഫാളായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ താഴത്തേക്ക് വരും. കാരണം SMA താഴെ നിൽക്കുകയാണ്. SMA താഴെ നിൽപ്പുണ്ട്. നമുക്ക് ആ ലൈനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഒരു ബ്ലൂ ലൈനും അതേപോലെ തന്നെ റെഡ് ലൈനും, നമ്മൾ വരച്ച ടോപ്പിലെ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ 22,697 ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റെഡ് ലൈൻ 22,695 ഫോം ആയിട്ടുണ്ട്, കീപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ വരച്ചതും നമ്മൾ മനസ്സിലാക്കിയതും ചിന്തിച്ചതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ കൊടുക്കണം. നമ്മൾ അത്ര അക്യുറേറ്റ് ആയിട്ടൊന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ എടുത്തിട്ട് മാറുക. നമുക്ക് സിയിൽ എത്ര പോയിൻ്റാണ് കിട്ടിയത്? 145 150 ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു ട്രേഡിൽ കിട്ടിയിരിക്കുന്നത് 220 193 എന്താണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 195 ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്താവാൻ പറ്റിയിട്ടുണ്ട്, പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായി, നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് 130 ആ ഭാഗത്തുള്ള എൻട്രി, സ്റ്റോപ്പ് ലോസ് 126, 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, 15 പോയിൻ്റ് ഓൾറെഡി അതൊരു 45 വരെ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പ്രോഫിറ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ മണിയിലാണെങ്കിൽ 130 125 130 എന്നുള്ള മൂവ്മെൻറ്റ് 146, ഇവർ 146.70 ഉണ്ട്. അവിടെ ഒരു ഡോജി ക്യാൻഡിലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 139 താഴെ വന്നാൽ വീണ്ടും താഴത്തോട്ട് പോരും, അല്ലെങ്കിൽ 139.71 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ അടുത്ത സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 160.95 ആണ്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 178 ആണ്. RSI സ്റ്റിൽ 50% ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റിൽ പി സൈഡിലേക്കാണ് RSI നിൽക്കുന്നത്. അപ്പോൾ എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളത് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ പേടി മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, എവിടം വരെയൊക്കെ പോകാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ 130 എൻട്രി ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങി വെയിറ്റ് ചെയ്യുക. 146 നമുക്ക് ഇറങ്ങി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 ലോട്ടാണെങ്കിൽ 146 5 ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ആക്കാം. ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങാം. ഇല്ലെങ്കിൽ അതും വേണ്ട, മൊത്തത്തിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാം. അങ്ങനെ 3 4 5 പ്ലാനിങ്ങുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 10 ലോട്ട് എടുക്കും. ആദ്യത്തെ ടാർഗറ്റിൽ 5 ലോട്ട് എടുത്തിട്ട് സേഫ് ആവും. ബാക്കി ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് RSI ക്രോസ് ഓവർ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ഒന്നെങ്കിൽ RSI ക്രോസ് ഓവർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 5 പോയിന്റ് 5 ലോട്ടിൽ പ്രോഫിറ്റും എടുത്ത് കാണും. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പ്ലാനിങ് ആയി പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരു 5-6 മാസമെങ്കിലും സ്ഥിരമായിട്ട് ഈ ചാർട്ട് കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അതിനേക്കാളുപരി ഒരു ടീമായിട്ട് ഇപ്പോൾ ഒരേ സ്ട്രാറ്റജി പഠിച്ച ഒരു 10-25 പേര് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഡിസ്കഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് തീരുമാനിക്കാനൊക്കെ പറ്റും. വീണ്ടും
ഈ പറഞ്ഞ പോലെ ഒരു ക്രോസ് ഓവറിൻ്റെ സ്റ്റേജിലാണ് 15 മിനിറ്റ്സ് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ ആയിരിക്കും ഇനി ഒരു 10:30-12 ആ സമയം വരെയൊക്കെ മേ ബി കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. റെഡും ഗ്രീനുമായിട്ട് അടിച്ചടിച്ച് ചിലപ്പോൾ പെട്ടെന്നൊരു ബ്രേക്കൗട്ട് വന്നാലും ഒരു ടിപ്പ് പോകാനുള്ള സ്ഥലം 22,697 വരെ ഉള്ളൂ. കാരണം ഈ ഒരു യെല്ലോ ലൈൻ താഴെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ യെല്ലോ ലൈൻ വരുന്നത് വരെ ഇത് അങ്ങോട്ടും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനാണ് ചാൻസ്. പിന്നെ ഈ അതേ സ്പേസ്, ഈ ഒരു വാക്വം സ്പേസ് യൂസ് ചെയ്താൽ ഒറ്റയടിക്ക് താഴത്തേക്ക് വന്നിട്ട് 22,566 ഇട്ട് വരാം. അപ്പോൾ അടുത്തൊരു 2 ക്യാൻഡിനുള്ളിൽ അടുത്തൊരു മൂവ് എന്തായാലും നമുക്കറിയാൻ പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കാൻ 2 ക്യാൻഡിനുള്ളിൽ ഒരു തീരുമാനം അറിയാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ചിലപ്പോൾ 177ലേക്ക് മാർക്കറ്റ് വരുന്നത്. ഹെവി വോളിയം മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അടുത്ത 2 ക്യാൻഡിനുള്ളിൽ. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ അടുത്ത പിന്നത്തെ ക്യാൻഡിലോ നല്ല പവറോട് കൂടിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു റെഡ് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു, മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു, അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ വേണ്ടി പോയതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈ അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. സാധനം കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് കയറിപ്പോവും. ഹെവി വോളിയം ക്യാൻഡിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 1, 2, 3, 4, 5 ക്യാൻഡിലായി ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് 160 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടെ 148 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 160, പിന്നെ നമ്മൾ പറഞ്ഞ 178, 195, 130 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ ഫാള് സംഭവിക്കത്തുള്ളൂ. പിന്നെ ഈ RSI ഇങ്ങനെ തിരിച്ചു വരാം കേട്ടോ. ഈ RSI ഇങ്ങനെ ക്രോസ് ഓവറായി കറങ്ങി വരുന്നതിനോടൊപ്പം തന്നെ മേ ബി ഇത് ബ്രേക്കൗട്ടായിട്ട് താഴത്തോട്ട് പോവാം. കാരണം RSI ഇപ്പോൾ സ്റ്റിൽ അപ്പർ സൈഡിലാണ്, പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇതിവിടെ നിന്ന് ക്രോസ് ഓവർ ആയാൽ വിത്ത് 130 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സാധനം താഴത്തോട്ട് ഫാളാവും. CE നമ്മൾ പറഞ്ഞ പോലെ 234 ബ്രേക്ക് ചെയ്ത് 254ലേക്ക് പോകും, 270 ഭാഗത്തേക്ക് പോകും. കാരണം അവിടെ നമ്മളൊരു വര വരച്ചു വെച്ചിട്ടുണ്ട്, ആ വരയുടെ അവിടെ നിന്ന് സാധനം വിട്ട് പോകുന്നില്ല. ബ്രേക്ക് ചെയ്താൽ വലിയ ക്യാൻഡിലായിരിക്കും, ഹെവി ക്യാൻഡിലായിരിക്കും മുകളിലോട്ട് വരുന്നത്. നേരെ മറിച്ച് 130 ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് ഫാളും ആവും. നല്ല സ്ട്രഗിളിംഗ് ആണ്, കൺസോൾട്ടേഷൻ സോണാണ്. മേളിൽ ഈ റെഡ് ടച്ച് ചെയ്തിട്ടില്ല. അതായത് അതിന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ 22692 എഴുതി വന്നിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 22689.35 അതായത് 22692 ടച്ച് ചെയ്തിട്ടില്ല. അവിടെ ഒരു ഗ്യാപ്പ് ടച്ച് ചെയ്യാൻ മിച്ചം കിടപ്പുണ്ട്. കൂടാതെ നമ്മളുടെ 22697 മിച്ചം കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ അത്ര ഉറപ്പെന്നുള്ള കേസല്ല, നമുക്കിവിടെ അത്ര പ്രെഡിക്റ്റ് ചെയ്ത് നമുക്കൊന്നും പറയാനായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ സേഫായിട്ടുള്ള സോൺ എന്ന് പറയണത് നമ്മുടെ ഈ ഒരു 253 ബ്രേക്ക് ചെയ്ത 230, 253ലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചോട്ടിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളല്ലാതെ ഇടക്ക് കയറി പിന്നെയും ബ്രേക്കൗട്ട് ആവുമെന്ന് പറഞ്ഞ് എടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളിവിടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ അല്ലേ, വേറെ ആരും എന്താ മറുപടി പറയാത്തേ? ഈ ഭാഗത്ത് നമ്മൾ എൻട്രി പോസിബിൾ ആണ്. ആരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എടുക്കാം, പ്രശ്നങ്ങളില്ല, ഒരു 3-4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ? ആണോ? പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയല്ലേ ശരിക്കും എൻട്രി എടുക്കണ്ടേ, സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇവിടെ RSI ക്രോസ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 132 തൊട്ട് എത്ര വരെ കിട്ടി? 145, 32, 42, 45, 15 പോയിൻ്റാണ് അവിടെ പ്രോഫിറ്റ്. അപ്പോൾ അത്ര നേരം നമ്മൾ ആലോചിച്ച് നിന്നിട്ട് എന്നാൽ ഇനി ഇടയ്ക്ക് വെച്ച് കയറാം എന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റാണ് സേഫ് സ്പേസ് എന്ന് പറയുന്നത്. അതിന് മേളിലോട്ട് ഹൈ വോളി ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്രേക്കൗട്ട് ചെയ്ത് പോവുള്ളൂ. ഉണ്ടോ?
സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. മനസ്സിലായോ? ആരാ ഫാസിലാണ് എടുത്ത് 144 എടുത്ത്. ആ തൗഫീക്കെ. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇവിടെ ഈ കർവ് വന്നപ്പോഴേ, ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് സ്ട്രഗിൾ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഇനി 144 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. എനിക്കത്ര വലിയ സുഖമായിട്ട് 143 എവിടം വരെ പോയി? ടച്ച് ചെയ്താ? നമ്മൾ പറഞ്ഞ സ്ഥലം ടച്ച് ചെയ്തില്ലേ? സീൽ എവിടം വരെ പോയത്? 253 വരെ പോയില്ലെങ്കിലും 226 ബ്രേക്ക് ചെയ്ത് പോയില്ലേ? തൗഫിക്ക് വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പോൾ 132-ൽ എന്തുകൊണ്ട് എടുത്തില്ല? വേറെ ആരെങ്കിലും 132-ൽ എടുത്തായിരുന്നോ? ഇവിടെ വേണ്ട. ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് 226 എത്ര വരെ പോയി? 26, 36, 46, 20 പോയിന്റ് ഇവിടെ മാർക്കറ്റ് മൂവ് ആയത്. തല പൊളിയാണ്. നിങ്ങൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്യൂ പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നമുക്ക് ആ പരിപാടി നിർത്താം. വ്യൂവും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോസും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അർത്ഥമില്ല. പറയ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആരോടാ 132-ൽ ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞു? അവരെടുത്തായിരുന്നോ? അത് വെറുതെ വാച്ചിങ് മാത്രമുള്ള? നമ്മൾ പറഞ്ഞത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ, പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബ്ലൂ ലൈൻ ഓർ 22713. നമ്മൾ രാവിലെ ഓൾറെഡി ഒരു 139 പോയിൻ്റാണ് പറഞ്ഞത്. ഓൾറെഡി 110, 120 വരെ എന്തോ വന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഹൈ. അപ്പോൾ എത്ര നിൽക്കണേ? നമ്മുടെ രണ്ടാമത്തതും എഗെയിൻസ്റ്റ്, അതായത് ഡയറക്ഷൻ്റെ എഗെയിൻസ്റ്റ് നമ്മൾ ആവറേജ് ചെയ്ത് 92-ലാണ് നിൽക്കുന്നത്. 4 ലോട്ട് ബൈ ചെയ്താൽ 71-ലേക്ക് വന്നു. അതായത് ഇപ്പോൾ 7 ലോട്ടാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 91-ൽ നിന്ന ആവറേജ് എത്രയിലേക്ക് വന്നു? 71-ലേക്ക് വന്നു. ഇനി നമ്മൾ വലിയ പണിക്ക് നിൽക്കില്ല. ഏകദേശം ഒരു 51, ഒരു 40 റേഞ്ചിൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴത്തേക്കും ഒരു 4000 ബേസ് ലോസിൽ നമുക്കത് ബുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 77-ൽ എക്സിറ്റ് ചെയ്യാം. അത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആണ് ഞാൻ ആവറേജ് ചെയ്യാൻ പഠിക്കണമെന്ന് കൂടെ ആലോചിക്കണം കേട്ടോ. യഥാർത്ഥ റൈഡിലല്ല. ഇപ്പോൾ ഇവിടെ ലോസ് വന്നാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല, കാരണം മറ്റേ നമ്മൾ ഓൾറെഡി പാരലായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി പൊക്കത്ത് കൊണ്ടുപോയി ഒന്നുരുട്ടി വെച്ചു. പിന്നെ സഡൻ ഫാളാണ് മാർക്കറ്റ് താഴത്തേക്ക്. RSI ഓൾറെഡി ക്രോസ് ഓവറായിട്ട് താഴത്തോട്ട് നിൽക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇനിയും നോക്കിക്കഴിഞ്ഞ് ഇനിയും താഴത്തോട്ട് വരാനുണ്ട്. ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യാതെ മാർക്കറ്റ് ഇനി ഒരു ഇതുണ്ടാവില്ല. ഇവിടുത്തെ അവസ്ഥ എന്തായെന്ന് നോക്കിക്കേ. 4000 രൂപ അടുത്ത് പ്രോഫിറ്റിൽ ലോസിൽ നിന്ന സാധനം എവിടം വരെ പോയെന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞൊരു ലെവൽ ഉണ്ടായിരുന്നു, ഏതാ? 82 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. കാരണം നമ്മൾ ബാക്കിയുള്ള അനലൈസിൻ്റെ പുറകെ പോയപ്പോൾ ഇതിൻ്റെ കേസ് ഞാൻ വിട്ടുപോയി.
അപ്പോൾ ബാക്കിയുള്ള അനലൈസിങ്ങിൻ്റെ പുറകെ പോയപ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്ത് ഇവിടുത്തെ കേസ് വിട്ടുപോയി. നമ്മുടെ ടാർഗറ്റ് എവിടെയായിരുന്നു? 96 ഏകദേശം നമ്മുടെ ഒരു ടാർഗറ്റ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി ആവറേജ് ചെയ്ത് ഒക്കെ ഇട്ട സ്ഥലം. അപ്പോൾ എൻട്രി പ്രൈസിലാണ് ഏകദേശം മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നമ്മളുടെ ഇവിടെ നിന്നുള്ള ഒരു 71 മുതൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 97 എത്ര? 71 മുതൽ 97 വരെ. അപ്പോൾ 71 മൈനസ് 97 ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു 25 650 ഇൻറ്റു 7 4550 ആ ഒരു ലെവലാണ് ശ്രദ്ധ മാറിപ്പോയത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അപ്പം നമ്മൾ എഗെയിൻസ്റ്റായിട്ടാണ് ആവറേജ് ചെയ്തത്. ആദ്യം 100-ലെടുത്തു, രണ്ടാമത് നമ്മൾ 67-ലെടുത്തു, മൂന്നാമത്തെ ആവറേജിങ് നമ്മൾ 55-ലെടുത്തു. 55-ലെടുത്ത സാധനം ഓൾമോസ്റ്റ് ഒരു 96 വരെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മുടെ അനലൈസിങ് വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയത് കാരണം ഒരു 4500-ൻ്റെ അടുത്തുള്ള ആ ഒരു അതായത് ഈ ഒരു വയലറ്റ് ലൈൻ്റെ ടിപ്പിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. നമ്മൾ ഉദ്ദേശിച്ച ലെവല് 110. ചിലപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇറങ്ങിയേനെ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറ്റിയത് ചിലപ്പോൾ ചാർട്ട് വിചാരിച്ച് കാണും, എന്നാൽ നീ 96 ഇറങ്ങണ്ട, നിനക്ക് ഞാൻ 110 വരെ തന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 110 ഒന്നെങ്കിൽ 110 അല്ലെങ്കിൽ ലോസ്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനം. സെൽ ലിമിറ്റ് 152 7 ലോട്ട് 110 കിടക്കട്ടെ, നമുക്ക് വൈകിട്ട് നോക്കാം. 55 താഴെ വന്ന സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ 110. ഓക്കെ. അപ്പം അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അത് 110 എന്നുള്ള മൂവ്മെൻറ്റ് 165 വരെയും കറക്റ്റായിട്ട് ചെന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ പറയാനുള്ള പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇൻ ദ മണിയിലെ സ്ട്രൈക്കാണ്. നമ്മൾ ഈ ഒരു ലെവൽ വരെ, അതായത് 157 വരെയും നമ്മൾ എത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 9:39 ക്യാൻഡിൽ 2 മിനിറ്റ് ക്യാൻഡിലിൽ 9:39 ടിപ്പാണ് നമ്മൾ മെജോറിറ്റി ടാർഗറ്റായിട്ട് വെച്ചത്. 9:39 ടിപ്പ്. അപ്പോൾ ഇവിടെ 9:39 ടിപ്പ് 2 മിനിറ്റിൽ 9:39 ടിപ്പ് അവിടെ കറക്റ്റായിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തോട്ട് പോകണമെങ്കിൽ പോട്ടെ, നമുക്ക് വിട്ടേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 100-ൽ എഗെയിൻ ഒരു 100-ലേക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും കൂടെ താഴത്തേക്ക് ട്രെയിലായിട്ടുണ്ട്. ഒന്നെങ്കിൽ എഗെയിൻ 100-ൽ എക്സിറ്റ് ആവണം, ഇല്ലെങ്കിൽ 55-ന് താഴെ വിട്ടുകളയാം. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള കൺസോൾട്ടേഷനാണ്. എന്തുകൊണ്ടാണ് അവിടെ റിവേഴ്സ് ആയതെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴും സ്റ്റിൽ RSI ഇവിടെ ഒരു കുനിപ്പ് വന്നിട്ടുണ്ട്. ഈ 50% ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഫാൾ ആവും. കാരണം ആദ്യത്തെ ആ ഒരു SMA സപ്പോർട്ടാണ് അത് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോകും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ 22,558, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും എഗെയിൻ മുകളിലോട്ടാണ്. ഈ മഞ്ഞ ലൈൻ മുട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളത്. അതിൻ്റെ ഇടക്ക് മിസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ മതി. എന്നാലും നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി എടുത്ത തീരുമാനത്തിൽ ഇനി മാറ്റം വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബിൽ ലൈവൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, പബ്ലിക് ടെലഗ്രാം ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, കോൺഫിഡൻ്റ് ആവുക. നല്ല രീതിയിൽ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.